വന്നില്ല ഇതുവരെ. നീ അവനെ വിളിക്ക്, എന്നിട്ട് എത്രയും പെട്ടെന്ന് പണി തുടങ്ങ്. എന്റെ പൊന്നു മുതലാളി രാവിലെ തന്നെ സൈറ്റിൽ വന്ന് ചാന്ത് കൂട്ടിയിട്ട് മനുഷ്യാന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വിട്ടേന്. നീ അവനെ ഒന്ന് വിളിക്കടി. ഇയാൾ ഇതെവിടെ പോയി കിടക്കണ്? മുതലാളി ഇതേ പെണ്ണുങ്ങളുടെ ഇടയ്ക്ക് അറിയിക്കണ്. എന്റെ ദൈവമേ, നീ അവനെ ഇങ്ങോട്ട് വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് പണി തുടങ്ങാൻ നോക്ക്. ആ ശരി. എനിക്ക് പോയിട്ട് കുറച്ച് കാര്യമുണ്ട്, ഞാൻ വരുമ്പോഴത്തേക്ക് ഇവിടെ പണി തുടങ്ങിയിരിക്കും. എടോ ഇങ്ങോട്ട് ഇറങ്ങി വാടോ. ഞാൻ വരൂല. മര്യാദക്ക് ഇറങ്ങി വന്നോ. ഞാൻ വരൂല. എനിക്ക് നിന്റെ പണി വേണ്ട. ഞാൻ ഈ ചേച്ചിയോടെ തൊഴിലുറപ്പിന് പോണേ ഉള്ളു. തൊഴിലുറപ്പ്? ഞാനിവിടെ ശാന്ത കൂട്ടിയിട്ടാ പറഞ്ഞാണ് തന്നെ വിട്ടത്. നീ പോടി. നീ മേച്ചിരി ആണെന്നുള്ള അഹങ്കാരമാണ് നിനക്ക്. അല്ലെങ്കിൽ നിങ്ങൾ മേച്ചിരിമാർക്ക് ഒരു ധാരണയുണ്ട്, ഞങ്ങൾ കയ്യാളന്മാരെടുത്ത് എന്തോ ആവാന്നല്ല. അത് ഈ മെക്കാട് ശശിയുടെ അടുത്ത് നടക്കൂല. പോടി. ഞാൻ അങ്ങോട്ട് വന്ന വലിച്ചഴിച്ചു കൊണ്ടുവരും. മര്യാദക്ക് ഇറങ്ങി വന്നോ. പിന്നെ നീ വലിച്ചടിക്കൂല എന്നെ ഇങ്ങോട്ടൊന്ന്. ധൈര്യം ഉണ്ട് നീ ഇങ്ങോട്ട് വന്ന് വലിച്ചടിച്ചു നോക്കടി. പിന്നെ പോണ്ടെന്ന് എന്റെ പൊന്നു ചേച്ചി, അവള് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്നെ അടുത്തിട്ട് ചവിട്ടി കൂട്ടും, അറിയാമോ? ഒരു മനുഷ്യന്റെ ദുരന്തത്തിലേക്ക് തള്ളി വിട്ടിട്ട് ഇന്ന് ചിരിക്കുന്നുണ്ടില്ലേ മഞ്ഞ സാരി കൊടുത്തോണ്ട്. ഞാൻ എന്തും പറഞ്ഞാ വിട്ടത്? അടിക്കരുത്. എന്റെ പണി ഡ്രസ് കൊണ്ടുവന്നാ? ഇതൊന്ന് എന്റെ പണി ഡ്രസ് കൊണ്ടുവന്നോ? അവളെ പണി ഡ്രസ് ഞാൻ കൊണ്ടുവന്നാന്ന്. നമ്മളെ ആണുങ്ങളെ വില കളയും നമുക്ക്. അവളെ പണി ഡ്രസ് പിന്നെ പോയി ഗ്രൗട്ട് അടിക്കേ. എന്തോന്ന് ഗ്രൗട്ട് അടിക്കാൻ? ആ, കഴിഞ്ഞ ഞായറാഴ്ച 3 മണിക്ക് നീ വീട്ടിൽ നിന്ന് പോയി, എന്നിട്ട് രാത്രി 8 മണിക്കാണ് വന്നത്. ഇത്രയും സമയം നീ എവിടെയായിരുന്നു, ആരുടെ കൂടെ ആയിരുന്നു? പറയാടി. അല്ല, നിങ്ങൾ എന്താണ് ഇങ്ങനെയൊക്കെ ചോദിക്കണത്? അല്ല, നീ ഡൗട്ട് അടിക്കാൻ പറഞ്ഞ് ഇതിൽ കൂടുതൽ ഡൗട്ട് അടിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. എന്റെ പൊന്നു മനുഷ്യ, ഡൗട്ട് അടിക്കാനല്ല പറഞ്ഞത്. സിമെന്റും വെള്ളവും കൂട്ടി ഗ്രൗട്ട് അടിക്കാനാണ് പറഞ്ഞത്. എന്റെ ശാന്ത, ഇതുവരെ പണി തുടങ്ങിയില്ലേ? എടാ ശശി, നീ ശാന്ത് കൂട്ട്. നീ എങ്ങനെ സഹിക്കണ്ടി ഇതിന്? ഇങ്ങനെ കൊണ്ട് ഞാൻ ആദ്യ പിടിച്ച് ഞാൻ പനിക്കുറക്കാണ് എന്നെ കൊണ്ട് ആവി പിടിക്കാനായിട്ട്. ചാന്ത് കൂട്ടണോ? എനിക്ക് സൗകര്യം ഇല്ല. ഞാൻ കട്ട അടിക്കി വെച്ചിട്ടേ ചാന്ത് കൂട്ടണോ. ചാന്ത് കൂട്ടിട്ട് കട്ട അടിക്കി വെച്ചാ മതി. അങ്ങനെയെങ്കിൽ എനിക്ക് നിന്റെ പണി വേണ്ട. ഞാൻ ചേച്ചിയോടെ തൊഴിൽ. എന്റെ ശശി പോവല്ലേ, നീ ഇവിടെ വാ. പിന്നെ അടുത്ത മാസം പാല് കാച്ചിണ്ട, നീ ഇവിടെ വാ. എനിക്കൊരു കാര്യം പറയാണ്ട്, എനിക്ക് ശമ്പളം കൂടുതൽ വേണം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ പണി ചെയ്യൂല. ശമ്പളം കൂടുതൽ വേണം? ആസാമിൽ നിന്ന് വന്ന ബംഗാളികൾക്ക് എവള് കൊടുക്കുന്നത് 1200 രൂപ ശമ്പളം. സ്വന്തം ഭർത്താവ് എനിക്ക് തരുന്നത് 450 രൂപ. ഇതെന്ത് ന്യായം? അല്ല, ഈ ബംഗാളികൾ ആസാമിൽ നിന്നാണ് വരുന്നത്. നിങ്ങൾ അതിൽ പിടിച്ച് കയറാതെ എന്റെ ശമ്പളത്തിന്റെ കാര്യത്തിൽ അല്ല, ശരിക്കും ആസാമിൽ നിന്നാണോ ബംഗാളി വരുന്നത്? ആസാമിൽ നിന്ന് മാത്രോ? ഒറീസ, ബീഹാർ, ഉത്തർപ്രദേശ്, ഗുജറാത്ത്, അങ്ങനെ എവിടെ നിന്നൊക്കെയുള്ള ബംഗാളികളാണ് ഇവിടെ വരണമെന്ന് അറിയാമോ? അപ്പൊ ഈ ശരിക്കും ബംഗാൾ എവിടെയാണ്? കേരളത്തിൽ. മോനാളി, എന്റെ ശമ്പളത്തിന്റെ കാര്യത്തിൽ എനിക്ക് ഇപ്പൊ തീരുമാനം അറിയണം. എന്തായാലും പണി നടക്കണം. നീ ശമ്പളം കൊടുക്കും. ഇങ്ങനെ ശമ്പളം കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വീട്ടിൽ വരൂല. വെള്ളം അടിച്ച് കൂട്ടുകൂടി നടക്കും. എന്റെ ശശി, കള്ളു കുടിക്കരുത്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മുതലാളി. കള്ളു കുടിച്ചു കഴിഞ്ഞ് ആത്മാക്കൾ കോപിക്കും. ആര് പറഞ്ഞു? എന്റെ പൊന്നു മോനാളി, ഞങ്ങൾ ഈ കള്ളു കുടിയന്മാര് കള്ളു കുടിക്കുന്നതിന് മുമ്പ് 3 പ്രാവശ്യം ഇങ്ങനെ 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 തെറിപ്പി വന്നത്. ഈ രാത്രി ആ പെങ്കുച്ചിന് മെസ്സേജ് അയക്കൂടാ പാറൂന്? ഞാൻ പെണ്ണെന്ന് മെസ്സേജ് അയക്കുന്നത് അമ്മ ചുമ്മാ തോന്നുവാണ് നമുക്ക്. ചാവക്കാടിനപ്പുറം പോവല്ലേ മോനെ, കടല നീ മുങ്ങി താഴുന്നാണ്. പറഞ്ഞേക്കാം, പണി ഞാൻ തരും കേട്ടോ. പറയണം, സത്യം പറയണം. നീ മെസ്സേജ് അയച്ചോടാ. ഇന്നലെ രാത്രി ഞാൻ നോക്കുമ്പോ അവള് പച്ചലൈറ്റ് കിടക്കുന്നുണ്ട്. ഹായ് പാറുന്നുണ്ട്, ഞാൻ മെസ്സേജ് വിട്ടു. അവൾ പച്ചലൈറ്റ് ഓഫ് ചെയ്തിട്ട് അവളങ്ങ് പോയി. നീ ആ പച്ച ട്രാഫിക്കിനകത്ത് കിടന്ന് കറങ്ങത്തതേ ഉള്ളടാ. നീ പഠിക്കാനൊന്നും പോകുന്നവനല്ല നീ. അമ്മച്ചി എന്റെ കല്യാണം. നിനക്ക് എന്തിനാണ് ഇപ്പൊ കല്യാണം? കണ്ടവന്റെ പറമ്പിൽ ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോ ഔട്ട് മാർക്കാനാണോ നിനക്ക് പെണ്ണ്? അതിനൊന്നുമല്ല, വേറെ കാര്യം. എന്തിനാണ് നിനക്ക് പെണ്ണ്? റീൽസ് ചെയ്യാൻ വേണ്ടി അവളെ വെച്ച്. താൻ എന്ത് വിചാരിച്ചു ഞാൻ വെറും പാചകക്കാരിയാണെന്ന്? പിന്നെ നീ ആര്? എടോ മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം നാക്ക് പഠിച്ചിട്ട് ഇറങ്ങണമായിരുന്നു കുഞ്ഞായെ. ബിരുദാനന്തര ബിരുദം എടുത്തവളായി ഞാൻ. എന്നിട്ട് അവരറിഞ്ഞോ? എന്തോന്ന് ഇതെടുത്തോണ്ട് വന്നിട്ട്? ഇത് എവിടുന്ന് ഇറങ്ങി വരുന്നടേ? ഞാൻ ഈ കടയിൽ നിന്ന് ഇറങ്ങി വന്ന്. അതേടി, ഇത്രയും പോപ്പുലറായ ഞാൻ എവിടെ കിടക്കുന്നു, താൻ എവിടെ കിടക്കുന്നു? ഞാൻ ഈ കടയിൽ കിടക്കുന്നു, നീ ആ കടയിൽ കിടക്കുന്നു. നീ ഒന്ന് മനസ്സ് വെച്ചാൽ. സുന്ദരിയായ യുവതിയുടെ മുഖത്ത് നോക്കി കിടക്കാൻ വിളിക്കുന്നേ. അയ്യോ, എവിടെ ഇങ്ങോട്ട് മാറിയുന്നേ? എവിടെ ഗിരിജേ? എന്തോന്ന്? സുന്ദരിയായ പെണ്ണ് ഞാൻ തന്നെ അമ്മേ. ഒറ്റ കീറു വെച്ചെന്നുണ്ടല്ലോ. തമാശക്കൊക്കെ ഒരു പരിധിയില്ല പെണ്ണെ. ആ തള്ളയ്ക്ക് പോലും മനസ്സിലായി നീ സുന്ദരിയല്ലെന്ന്. കിണിക്കല്ലേ. എന്റെ അവലോസുണ്ട കഴിച്ചിട്ടുണ്ടോ? ഇല്ല. കഴിച്ചിരുന്നെങ്കിൽ താനിങ്ങനെ ചിരിക്കില്ലായിരുന്നു. അപ്പൊ നിന്റെ അവലോസുണ്ട കഴിക്കുന്നവരെല്ലാം തട്ടിപ്പോവാറുണ്ടോ? പോടാന്നാ. എടി, കേരളത്തിൽ 500 തേങ്ങ ഒറ്റ ഇരിപ്പിന് വെട്ടി അരച്ചവനാടി ഞാൻ. നീ എന്റെ അര കണ്ടിട്ടുണ്ടോ? പട്ടാപ്പകല് സുന്ദരിയായ യുവതിയുടെ മുഖത്ത് നോക്കി അശ്ലീലം പറയുന്നേ. അയ്യോ, എവിടെ ഗിരിജേ? ആര്? ആ സുന്ദരിയായ പെണ്ണ്. മഴവില്ല് പോലെ വളഞ്ഞു നിൽക്കുന്നു. കേറി പൊടിയാ.